ഈ ആധുനിക കാലത്തെ എല്ലാവിധ ടെക്നോളജിയോടുകൂടിയും എല്ലാ തരത്തിലുള്ള ഹൈ എൻഡ് സർജറീസും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിരിക്കുകയാണ്. കാത്, മൂക്ക്, തൊണ്ട, ഹെഡ് ആൻഡ് നെക്ക്, അതായത് നമ്മളെ തൈറോയ്ഡ് തൊട്ട് നമ്മളെ സ്കൾ ബേസ്, അതായത് തലച്ചോറിൻ്റെ അടിഭാഗം വരെയുള്ള എല്ലാത്തരം സർജറികളും ചെയ്യാൻ ഉതകുന്ന എല്ലാതരം ടെക്നോളജികളും അവൈലബിളായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ENT ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമണായി ENT OPയിൽ കാണപ്പെടുന്ന ഒരു കേസിനെ പറ്റിയാണ്. തിരിച്ച് ഒരു ഫോളോ അപ്പിന് പലപ്പോഴും മടിക്കുന്നുണ്ട്. പക്ഷെ അത് കുറേ കാലം കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ സെയിം പ്രശ്നമായിട്ട് വീണ്ടും വരുന്നത് നമ്മൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അതുൽ കൃഷ്ണ, സരസ്വതി ഹോസ്പിറ്റൽ പാറശാലയിലെ കൺസൾട്ടൻറ്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. സരസ്വതിയുടെ ആരംഭം മുതൽ തന്നെയുള്ള ഏറ്റവും പഴയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ENT ഡിപ്പാർട്ട്മെൻറ്റ്. ആധുനിക കാലത്തെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി വളരെ മെച്ചപ്പെട്ട ഒരു സ്റ്റേറ്റിലുള്ള ഏറ്റവും നല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ENT ഡിപ്പാർട്ട്മെൻറ്റ് പാറശാലയിൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ കോമണായി നമ്മൾ OPകളിൽ കാണുന്ന ENTയുടെ ഒരു കോമൺ പേഷ്യൻ്റ് പ്രൊഫൈലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് എത്തുന്നത് കാതിൽ നിന്നുള്ളൊരു നീരൊഴുക്ക്, കാതിനകത്ത് വേദന, അല്ലെങ്കിൽ കാതിൽ നിന്ന് ഒരു മുഴക്കം മുതലുള്ള സൗണ്ട് കേൾക്കുക, കേൾവിക്കുറവ് എന്നിവ കൊണ്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് എത്താറുള്ളത്. ഇത് നമ്മൾ ഒരാഴ്ചത്തെ മരുന്ന് കൊണ്ടോ ഒരു കാതിൻ്റെ ക്ലീനിങ് കൊണ്ടോ ചികിത്സിച്ചതിന് ശേഷം അവർക്കത് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ട് തിരിച്ചു പോകാറുണ്ട്. എന്നാൽ തിരിച്ചൊരു ഫോളോ അപ്പിന് പലപ്പോഴും പേഷ്യൻ്റ് കാണാറുണ്ട്. പിന്നെ അവരെ കാണുന്നത് ഒരു 3-4 മാസത്തിന് ശേഷം വീണ്ടും ഇതേ സെയിം പ്രശ്നങ്ങളോടുകൂടി തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു ഭാവിയിൽ അതൊരു വലിയൊരു കേൾവി കുറവായത് എങ്ങനെ മാറുന്നു? എങ്ങനെയാണ് കാതിൻ്റെ ഈ ഒരു ചെറിയൊരു പ്രശ്നം വലിയൊരു അസുഖത്തിലേക്ക് മാറുന്നത്? വളരെയധികം ഫ്രീക്വൻ്റായി ഇത് എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അത് അടുത്ത എപ്പിസോഡിനായി നിങ്ങൾ കാത്തിരിക്കണം. ആ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ഒരു വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.